ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയൊരു വിഷയമായിട്ടാണ് നിങ്ങളടുത്ത് ഞാൻ വരുന്നത്. സംഭവം കസ്റ്റമർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, അത് വലിയൊരു എമൗണ്ടിലേക്ക് എത്തിയ അവസ്ഥയാണ്. ഈ കാണുന്നതാണ് ഡിസ്ക് പ്ലേറ്റ്. ഇതൊരു ഒരഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ പണിയിക്കുന്നു. കണ്ടില്ലേ, നിങ്ങൾ കാണണ്ടല്ലോ. അത് സംഭവം കണ്ടോ? ഈ ടയർ കണ്ടോ? ടയറിൻ്റെ മുകളിൽ ഇങ്ങനെ ചെത്തിമാരിയൊരു പാട് കണ്ടോ? വേറെ ഒന്നല്ല കേട്ടോ. ഇത് സംഭവം എന്താ വെച്ചാൽ മഡ് ഗാർഡിൻ്റെ സ്റ്റേ ഉണ്ട്. മഡ് ഗാർഡ് സ്റ്റേ കൊടുക്കുന്ന ആ സ്ക്രൂ ഉരഞ്ഞിട്ട് വന്നൊരു സംഭവം അത്. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന ഒരു ABS വണ്ടിയാണ്, അതായത് BS4 വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ വരുന്നതിനുള്ള കൂടുതലായിട്ട് ഞാൻ വിവരിച്ചിട്ട് ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു സംഭവം ഞാൻ ഫസ്റ്റ് കാണിച്ചതില്ലേ, അതായത് ആ ടയർ അങ്ങോട്ട് ഉരയുന്ന ഒരു സംഭവം. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞില്ല. ഈ കാണുന്ന മഡ് ഗാർഡ് ആണല്ലേ, ഈ മഡ് ഗാർഡിൻ്റെ ഈ സ്റ്റേ, അതായത് 6 സ്റ്റേ വരും. ഈ 6 സ്റ്റേയിൽ 6 സ്ക്രൂവും വരുന്നുണ്ട്. അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മഡ് ഗാർഡ് ബെൻഡായി പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേൻ്റെ മുകളിൽ വരുന്ന ഈ കാണുന്ന ബോൾട്ട് ടയറിൽ ഉരഞ്ഞിട്ടാണ് ആ സംഭവം വരുന്നത്. കണ്ടോ? ഈ മഡ് ഗാർഡിലും ജസ്റ്റ് ഒന്ന് ഉരഞ്ഞത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കാണുന്ന ഡിസ്ക് പ്ലേറ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഡിസ്ക് പ്ലേറ്റിൻ്റെ കോലം കണ്ടില്ല, അത്യാവശ്യം നല്ല ബ്ലേഡായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഡിസ്ക് പാഡ് മാറ്റിയിട്ട് ഡിസ്ക് പ്ലേറ്റ് മാറ്റാമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരുന്നു വെച്ചാൽ പുതിയതായിട്ട് ഇടുന്ന ആ ഡിസ്ക് പാഡ് പിന്നെയും തീരും. നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ തീരേണ്ട അവസ്ഥയും. അപ്പോൾ ഈ കാണുന്ന ഡിസ്ക് പാഡിൻ്റെ അവസ്ഥ കണ്ടല്ലേ, നല്ല രീതിയിൽ തേഞ്ഞിങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീലിൻ്റെ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും വർക്ക്ഷോപ്പ് കാണിക്കുക. അപ്പോൾ ഈ കാണുന്ന ഒരു 6 mm എല്ലങ്കിയാണ്. ഈ 6 mm എല്ലങ്കി ഉപയോഗിച്ചിട്ടാണ് ഈ 6 ബോൾട്ട് വരുന്നുണ്ട്. അഥവാ ബോൾട്ട് കിട്ടാതെ ലേശം ടൈറ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ റാഡും ഹാമറും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് തട്ടി കൊടുത്തിട്ട് ഊരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ WD-40 പോലത്തെ കറ വരുന്ന ഇതുണ്ട്, റഷ് സ്പ്രേകളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് വേണം ഊരാൻ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നെറ്റ് സ്ലിപ്പാവാനും പിന്നെ തട്ടി ഊരേണ്ട അവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ABSൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ABS ബ്രേക്കുകൾക്ക് ഏറ്റവും കൂടുതൽ വലിയ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബ്രേക്ക് ജാമാവും. ആ ബ്രേക്ക് ജാമായിട്ട് വീൽ കറയും കൊണ്ടൊക്കെ ഉണ്ടാവും, ചെറിയൊരു ടൈറ്റും കാര്യങ്ങളും വരും. അങ്ങനെ ടൈറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്ക് പ്ലേറ്റ് ഇങ്ങനെ ആ ഡിസ്ക് പാഡിൽ ഉരഞ്ഞിട്ടാണ് ഈ കോലാവുന്നത്. കോലം കണ്ടില്ലേ, ഫുള്ള് സ്റ്റെപ്പായിപ്പോയി. അപ്പോൾ ബ്ലേഡായിട്ട് പിന്നെ നിങ്ങൾ പുതിയ ഡിസ്ക് പാഡ് മാറ്റുമ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല, ആ പാഡും ഇങ്ങനെ ഉരഞ്ഞുകൊണ്ട് ചെയ്യും. ഇതാ ഞാൻ ഈ മുകളിൽ കാണിക്കുന്നതാണ് ഈ വാർണിംഗ് ലൈറ്റ്. ഇതുപോലെ എങ്ങാനും കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയായാലും, ഈ ബുള്ളറ്റല്ല, ഏത് സ്കൂട്ടറായാലും, ഏതൊരു ബൈക്കായാലും, ഏത് വണ്ടികളാണെങ്കിലും പുതിയ മോഡലുകളിൽ ABS എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിലോ അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിലോ കാണിച്ചിട്ട് റെഡിയാക്കാൻ നോക്കുക. അങ്ങനെ റെഡി ആക്കിയില്ലെങ്കിൽ പിന്നെ വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് ഫോർക്ക് ഓയിൽ സീൽ ലീക്കായിട്ടുള്ള പ്രശ്നമാണ്. ഫോർക്ക് ഓയിൽ സീലിൻ്റെയും ഫോർക്ക് ബോൾട്ട് റേസറൊക്കെ മാറ്റുന്നത് കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കൂടുതലായിട്ട് ഇത് വിശദീകരിച്ച് ബോറടിപ്പിക്കാനുള്ള വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വീലിൻ്റെ ബാരിങ്ങും പോയാലും ഈ വിഷയം ഉണ്ടാവലുണ്ട്. അപ്പം വീൽ ബാരിങ്ങും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ വീലായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വീൽ ബാരിങ് പോയിക്കുന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വീൽ ബാരിങ് പോയിട്ട് വീൽ ബാരിങ് മാറ്റിക്കുക. അപ്പോൾ ഡിസ്ക് പാഡിനൊക്കെ ലൈഫ് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ട് ഇനിയും കൂടുതൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും അതിൻ്റെ അറിവുകൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളെ മുന്നിലെത്തും. ഇത്രയൊക്കെ തന്നെ ഉള്ളുള്ളൂ. ഈ കാണുന്നതാണ് പുതിയ ഡിസ്ക് പ്ലേറ്റ് മാറ്റിയപ്പോഴുള്ള അവസ്ഥ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവില്ലേ. അപ്പോൾ കൂടുതലുള്ള വീഡിയോസ് കാണുന്നതായി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്കറിയാത്ത അറിവുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളെ മുന്നിൽ ഈ വീഡിയോസൊക്കെ എത്തിക്കുന്നത്. കയ്യിൽ ഓയിലുള്ള കൈ കൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും.